അയോധ്യ രാമക്ഷേത്ര വിവാദത്തിലൊടുവിൽ മൗനം വെടിഞ്ഞ ചമ്പത് താൻ നിരപരാധിയാണെന്നും അന്വേഷണം പൂർത്തിയായാൽ സത്യം പുറത്തുവരുമെന്നും ചമ്പത് പ്രസ്താവനയിൽ പറഞ്ഞു. അയോധ്യ വിഷയത്തിൽ പ്രതിപക്ഷ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ വിശ്വ ഹിന്ദു പരിഷത്തും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും രംഗത്തെത്തി. ക്ഷേത്രത്തിലുണ്ടായ 70ഓളം വീഴ്ചകളും കണ്ടെത്തിയ പണത്തിന്റെ കണക്കും അടങ്ങിയ SIT റിപ്പോർട്ടിലെ വിവരങ്ങളും പുറത്തുവന്നു. അയോധ്യ രാമക്ഷേത്ര വിവാദത്തിൽ ട്രസ്റ്റിന്റെ യോഗം കഴിഞ്ഞ ശേഷമാണ് ചമ്പത് ഇപ്പോൾ മൗനം വെടിഞ്ഞിരിക്കുന്നത്. 45 വർഷമായി താൻ അയോധ്യയിലെ രാമക്ഷേത്രത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് എന്നും ഈ അന്വേഷണം നടന്ന അതിന്റെ അന്തിമ റിപ്പോർട്ട് കിട്ടിയാൽ ഈ സത്യം എല്ലാവർക്കും ബോധ്യപ്പെടുമെന്നും കൈക്കൊണ്ട് എഴുതി തയ്യാറാക്കിയ കത്തിലൂടെ ചമ്പത് പറയുന്നുണ്ട്. തനിക്കെതിരെ നടക്കുന്ന എല്ലാ പ്രചരണങ്ങളെയും ചമ്പത് നിഷേധിക്കുകയാണ്. അതേസമയം SITയുടെ ഇടക്കാല റിപ്പോർട്ടിലെ ചില കണ്ടെത്തലുകൾ ഗുരുതരമായ സാഹചര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പ്രധാനമായും 70 വീഴ്ചകളാണ് SITയുടെ CCTV പരിശോധനയിലൂടെ കണ്ടെത്താനായത്. ഈ വീഴ്ചകളെല്ലാം തന്നെ ഇപ്പോൾ പരിഹരിച്ചു വരികയാണെന്നാണ് ട്രസ്റ്റിന്റെ വാദം. പലയിടത്തും സുരക്ഷാ പോയിന്റുകൾ അല്ലെങ്കിൽ എൻട്രി എക്സിറ്റ് പോയിന്റുകളിൽ മതിയായ ജീവനക്കാരില്ല എന്ന് SIT കണ്ടെത്തിയിരുന്നു. ഇതിന് പകരം ഇനി കൂടുതൽ ഉദ്യോഗസ്ഥരെ ഇവിടങ്ങളിലേക്ക് നിയോഗിക്കാനാണ് ഇപ്പോൾ ട്രസ്റ്റ് തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ കൈകളിൽ നിന്നും കണ്ടെത്തിയ പണത്തിന്റെ കണക്കും ഇപ്പോൾ SIT പുറത്തുവിട്ടു. അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ആരോപണങ്ങളും ശക്തി പ്രാപിക്കുകയാണ്. പ്രതിപക്ഷ പാർട്ടികൾ വഖഫ് ഭൂമി കൈയടക്കിയവരാണ് എന്നും ഇപ്പോൾ ഒന്നിനെ പോലെ നിറം മാറുന്നുവെന്നും സമാജ്വാദി പാർട്ടിയെയും കോൺഗ്രസിനെയും വിമർശിച്ചുകൊണ്ട് യോഗി ആദിത്യനാഥ് പറഞ്ഞു. मैं समाजवादी पार्टी और कांग्रेस के लोगों से पूछना चाहता हूं, अयोध्या में जिस कथित चोरी पर तुम हिंदू आस्था पर खिलवाड़ कर रहे हो, एक भी बार बताओ वक्फ के नाम पर हजारों हेक्टेयर लैंड प्रदेश में भी और देश के अंदर भी बेची गई. एक भी बार ये लैंड गरीब की थी. അയോധ്യയിലെ രാമക്ഷേത്രം കൈകാര്യം ചെയ്യുന്ന ട്രസ്റ്റിൽ വിശ്വാസമില്ലെന്ന് രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ അശോക് ഗെഹ്ലോട്ട് ആരോപിച്ചു. ഇപ്പോഴത്തെ ട്രസ്റ്റ് പിരിച്ചുവിട്ടുകൊണ്ട് സുപ്രീം കോടതിയുടെ വിരമിച്ച ജഡ്ജിന്റെയോ അല്ലെങ്കിൽ നിലവിൽ സർവീസിലുള്ള ജഡ്ജിന്റെയോ മേൽനോട്ടത്തിലായിരിക്കണം ഇനി ട്രസ്റ്റിന്റെ പ്രവർത്തനമെന്നും അശോക് ഗെഹ്ലോട്ട് ആവശ്യപ്പെട്ടു. नया ट्रस्ट बने उसमें फिर मैं कहना चाहूँगा उन लोगों को ले जो धार्मिक है, धर्माचार्य है, संघाचार्य है, उनको लेके नया ट्रस्ट बनना चाहिए. ചമ്പത് ന്യായീകരിക്കുന്നതിൽ നിന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ഇപ്പോഴും പിന്നോട്ട് പോയിട്ടില്ല. ട്രസ്റ്റ് അംഗങ്ങൾ അന്വേഷണ റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവരുന്നതുവരെ പരസ്പരമുള്ള ചെളിവാരിയെറിയലുകൾ അവസാനിപ്പിക്കണമെന്നാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അന്തർദേശീയ പ്രസിഡന്റ് ആവശ്യപ്പെട്ടത്. അതേസമയം ക്ഷേത്രഭരണം കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാർ ഇടപെടലിനെയും വിശ്വ ഹിന്ദു പരിഷത്ത് വിമർശിക്കുന്നുണ്ട്. വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.